പ്യാരെ ബച്ചോ ആദാബ്. 8ാം ക്ലാസ്സിലെ ഷഹീദ് അസം എന്ന പാഠഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും ഉൽസറജു സൊല്യൂഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഷഹീദ് അസം എന്ന ഈ പാഠഭാഗം ഭഗത് സിംഗിനെ കുറിച്ചുള്ള ഒരു പാഠമാണ്. ഇതിന് ശേഷം പാഠഭാഗം എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് അറിയാനുള്ള 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ലാല ലജ്പത് റായ് കിസ് തര സഖ്മി ഹുയെ എന്നതാണ്. ലാല ലജ്പത് റായ്ക്ക് എങ്ങനെയാണ് മുറിവ് പറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഭഗത് സിംഗ് കി ജിന്ദഗി മേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാരഗ്രാഫിൽ സൈമൺ കമ്മീഷൻ के ख़िलाफ़ ज़बरदस्त ജുലൂസിൽ എന്ത് ചെയ്തു? അംഗ്രേസി പോലീസിനെ ബഡി ബേദർജി സെ ലാഠിയാം ബർസായി. അപ്പം അങ്ങനെയാണ് സൈമൺ കമ്മീഷൻ കെ ഖിലാഫ് ഹുയി ज़बरदस्त जुलूस में अंग्रेज़ी पुलिस ने उसे ബേദർജി സെ ലാഠിയാം ബർസായ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിലൊന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. രണ്ടാമത്തെ ചോദ്യം, ഭഗത് സിംഗ് और उनके साथियों ने സെൻട്രൽ അസംബ്ലി ഹാൾ മേ ബം ക്യോം ഫേങ്ക എന്നുള്ളതാണ്. ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും സെൻട്രൽ അസംബ്ലി ഹാളിൽ എന്തിനാണ് ബോംബ് എറിഞ്ഞത് എന്നതാണ്. 17ാമത്തെ പേജിലെ അവസാനത്തിൽ അസംബ്ലി കെ ജിസ് മക്കാം പർ ബം ഫീങ്കെ ഗയെ വോ ഖാലിത്ത എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കാരണം എവിടെ എഴുതിയിരിക്കുന്നു? വോ കിസി കോ മാർനാ നഹി ബൽക്കെ ധമാക്ക കർന ചാഹത്തെ തെ. അവർ ആരെയും ആക്രമിക്കാനോ കൊലപ്പെടുത്താനോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഉൻകാ മക്സദ് അതാണ് ഉത്തരം. उनका मकसद अंग्रेज़ों के जुल्म के ख़िलाफ़ अपने गुस्से का इजहार करना था. ഇംഗ്ലീഷുകാരുടെ അക്രമത്തിനെതിരെ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നതായിരുന്നു ഭഗത് സിംഗും കൂട്ടാളികളും ബോംബിട്ടതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി 3, പിന്നീടുള്ളൊരു പ്രവർത്തനം ഇതാണ്. तस्वीर देखिए, कप्तान लक्ष्मी, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹബ്, ലാല ലജ്പത് റായ്. ഒന്നാമത്താരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി, 2 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹബ്, ലാല ലജ്പത് റായ്. ഹിന്ദുസ്ഥാൻ കെ മുജാഹിദീനെ ആസാദി ക ആൽബം തയ്യാർ കീജിയെ. ഇന്ത്യയുടെ സ്വതന്ത്ര സമര സേനാനികളുടെ ആൽബം തയ്യാറാക്കുക. पसंदीदा मुजाहिद आज़ादी के बारे में मालूमात हासिल करके നോട്ട് തയ്യാർ കീജിയെ. ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട മുജാഹിദ് ആസാദിയെക്കുറിച്ച് ചെറിയൊരു നോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സുഭാഷ് ചന്ദ്ര ബോസ് ഏക് മുജാഹിദ് ആസാദി ഹൈ. സുഭാഷ് ചന്ദ്രബോസ് ഒരു സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. വോ ബംഗാൾ മേ 23 जनवरी 1897 में पैदा हुए. അദ്ദേഹം ബംഗാളിൽ 1897 ജനുവരി 23-നാണ് ജനിച്ചത്. വോ നേതാജി കെ നാം സെ മഷഹൂർ ഹുയെ. അദ്ദേഹം നേതാജി എന്ന പേരിലാണ് പ്രശസ്തനായത്. ഉൻകാ ഏക് മഷഹൂർ നാര ഹെ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാരയാണ് തും മുജെ ഖൂൻ ദോ. നിങ്ങളെനിക്ക് രക്തം നൽകൂ. മേ തുമേ ആസാദി ദൂക. ഞാൻ നിങ്ങൾക്ക് ആസാദി ദൂക, സ്വാതന്ത്ര്യം നൽകാം. വോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ സദർ थे. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സദറായിരുന്നു, പ്രസിഡൻ്റായിരുന്നു. അഗല സർഗർമി യേ ഹേ ഇൻഖലാബ് സിന്ദാബാദ് ഉർദു കാ ഏക് മഷഹൂർ നാരാ ഹേ जो कि आज़ादी की लड़ाई में गूंज उठा था. हुब्बे वतन का जज्बा पैदा करने वाले चंद नारे जमा कीजिए. ഇൻഖിലാബ് സിന്ദാബാദ് ഉറുദുവിലെ പ്രശസ്തമായ മുദ്രാവാക്യമാണ്. ആസാദി സമരത്തിൽ ഇത് മുഴങ്ങിക്കേട്ടതാണ്.
ദേശസ്നേഹമുണർത്തുന്ന മറ്റ് ചില നേരകൾ ഒരുമിച്ച് കൂട്ടുക, കളക്ട് ചെയ്യുക. ഉദാഹരണം ജീന ഓർ മർന വത്തൻ കേലി, ജീവിതവും മരണവും രാജ്യത്തിന് വേണ്ടി. ഇതുപോലെയുള്ള മറ്റു നേരകൾ. अगला सरगर्मी ये है, इशारों की मदद से अपने दोस्त के बारे में मालूमात हासिल करके एक नोट तैयार कीजिए और उसकी मदद से റീൽസ് തയ്യാർ കീജിയെ എന്നുള്ളതാണ്. താഴെ കൊടുത്തിട്ടുള്ള സൂചനകളുടെ സഹായത്തോടെ നിങ്ങളുടെ കൂട്ടുകാരനെക്കുറിച്ച് വിവരങ്ങൾ കരസ്ഥമാക്കി, ഇൻഫർമേഷൻ കരസ്ഥമാക്കി ഒരു നോട്ട് തയ്യാറാക്കുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. റൊസ്കി മദസ്യ, അതുകൊണ്ട് അതിൻ്റെ സഹായത്തോടു കൂടി ഒരു റീൽസ് തയ്യാറാക്കുക. ഇപ്പം എല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഉഷാറായിട്ട് റീൽസൊക്കെ ചെയ്യുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ നിങ്ങളെ ദോസ്തിനെക്കുറിച്ച് റീൽസ് തയ്യാറാക്കണം. അപ്പോൾ അതിൽ നിങ്ങൾ കളക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ദോസ്ത് കാ നാം, കൂട്ടുകാരൻ്റെ പേര്, ഗർക്ക പത്ത, വീട്ട് അഡ്രസ്സ്, അബ്ബ കാ നാം, ഫാദേഴ്സ് നെയിം, അമ്മി കാ നാം, മദേഴ്സ് നെയിം, പൈദാഷ്, ജനനം, ഷൗക്ക്, ഹോബീസ്, താല്പര്യമുള്ള മേഖല, ഖുസൂസിയാത്ത്, അദ്ദേഹത്തിൻ്റെ ദോസ്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഈ ഇഷാറകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ്. ये मेरा दोस्त अनवर, कालीकट में पैदाइश, हमीद और हमीदा के ईमानदार बेटा, कालीकट रेलवे स्टेशन के सामने घर, फुटबॉल खिलाड़ी, अक्लमंद लड़का. अगला सरगर्मी ये है, इबारत और से पढ़िए और मादरी ज़बान में തർജുമ कीजिए. താഴെ കൊടുത്തിട്ടുള്ള ഖണ്ഡികകൾ ശ്രദ്ധയോടുകൂടി വായിക്കുകയും അതിനെ മാതൃഭാഷയിൽ പരിഭാഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വോയിസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പരിഭാഷ എഴുതാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 23 മാർച്ച് 1931 शाम का वक्त था. ഒന്നാമത്തെ ഡേറ്റാണ്, വൈകുന്നേര സമയമായിരുന്നു. 1931 മാർച്ച് 23 വൈകുന്നേര സമയം അല്ലെങ്കിൽ സായാഹ്ന സമയമായിരുന്നു. സൂരജ് ഓറൂബ് ഹോ റഹാത്ത, വൈകുന്നേരം എന്താ ഉണ്ടാവുക, സൂര്യൻ എന്താ ചെയ്യുക, അസ്തമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭഗത് സിംഗ്, രാജ്ഗുരു और सुखदेव फांसी के फंदे की तरफ गीत गाते हुए बढ़ रहे थे. ഭഗത് സിംഗും രാജഗുരുവും സുഖദേവും തൂക്കുമരത്തിൻ്റെ അടുത്തേക്ക് പാട്ട് പാടിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. फांसी का फंदा गले में डालते ही उन्होंने, फांसी का फंदा गले में डालते ही, തൂക്കുമരത്തിലെ തൂക്കുകയറ് ഗലേമേ കഴുത്തിൽ ചാർത്തിയിട്ട്, ഉനോന്നെ അവർ ഹസ്രത്ത് മൊഹാനി കാ നാറ, ഹസ്രത്ത് മൊഹാനിയുടെ മുദ്രാവാക്യം ഇൻകലാബ് സിന്ദാബാദ് ലഗായ, ഇൻകലാബ് സിന്ദാബാദ് മുഴക്കി വിളിച്ചു. और हंसते हंसते वतन के लिए शहीद हो गए, പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. ജിസ്കെ ബാദ്, അവർക്ക് ശേഷം മുൻകിയ ഖുർബാനി, അവരുടെ ഈ സമർപ്പണം ഹമേശാക്കെ ലിയെ അമ്ര ഹോ ഗയി, എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു അമ്രായി മാറി, കാര്യമായി മാറി. ഓക്കെ. अगला सरगर्मी ये है, पढ़ें और समझें. अर्जुन गाना गा रहा है, अर्जुन गाना गा रहा था.
റാണി നാച്ച് രഹി ഹെ, റാണി നാച്ച് റഹി ഥി. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് വ്യത്യാസം? ഒന്നാമത്തെ കള്ളി, ചുവപ്പ് നിറത്തിലുള്ള കള്ളി, ഇറ്റ് ഈസ് പ്രസൻറ്റ് ടെൻസിലാണ്. അതും അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അർജുൻ ഗാന ഗാ രഹാ എന്ന് പറഞ്ഞാൽ അർജുൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ? ഇപ്പോൾ. റാണി നാച്ച് രഹി ഹെ, റാണി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോൾ? ഇപ്പോൾ. ഇപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കള്ളിയുടെ അർത്ഥം വരിക. അതേസമയം അർജുൻ ഗാന ഗാ രഹാ ഥ എന്ന് പറഞ്ഞാൽ അർജുന ആ സമയം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റാണി നാച്ച് രഹി തി, റാണി ആ സമയം ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ദാറ്റ് ഈസ് പാസ്റ്റ്. അത് പാസ്റ്റാണ്, കഴിഞ്ഞുപോയ കാലമാണ്. അപ്പോൾ നീല നിറത്തിലുള്ള കഴിഞ്ഞുപോയ കാലമാണ്. അതേസമയം ഫസ്റ്റ് റെഡ് കളറിലുള്ളത് അറ്റ് പ്രസൻ്റാണ്. ഉൻകെ ദോനോ സാത്തി ബി ഗാന ഗാ രഹേ ഹൈ, അവരുടെ രണ്ട് കൂട്ടുകാരികളും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉൻകെ ദോനോ സാത്തി ബി ഗാന ഗാ രഹേ തേ, അദ്ദേഹത്തിൻ്റെ രണ്ട് കൂട്ടാളികളും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റാണി ലക്ഷ്മിബായി और उनके साथी आज़ादी के लिए कोशिश कर रही है, റാണി ലക്ഷ്മിബായിയും അവരുടെ കൂട്ടാളിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോൾ? ഇപ്പോൾ. റാണി ലക്ഷ്മിബായി और उनके साथी आज़ादी के लिए കോശിഷ് കർ രഹി തീം, പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അടുത്തത് ഇബാറത്ത് और से पढ़िए, इशारों की मदद से सवालात तैयार कीजिए. भगत सिंह पंजाब के लायलपुर ज़िला में 28 सितंबर 1907 को पैदा हुए. उनके वालिद किशन सिंह और चचा आज़ादी की जंग में शामिल थे. भगत सिंह के इनकलाबी दोस्तों में राम प्रसाद बिस्मिल, अशफाकुल्ला खान, चंद्रशेखर आज़ाद, सुखदेव और राजगुरु के नाम सबसे अहम है. भगत सिंह और उनके साथियों ने तहरीक आज़ादी में नई रूह फूंकी. हर एक हिंदुस्तान के दिल में शहीद आज़म के नाम से वो हमेशा ജിന്ദാ रहेंगे. ഈ പറയപ്പെട്ടതിൽ നിന്ന്, ഇത് പാഠഭാഗത്ത് വായിച്ചതാണ്, അർത്ഥം പറഞ്ഞതാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. സിമ്പിളായി പറഞ്ഞാൽ ഒന്നാമത്തെ വരി ഭഗത് സിംഗ് ജനിച്ച കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പൈദാ ഹുയെ എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഭഗത് സിംഗ് കഹാം പൈദാ ഹുയെ. ഒരു ചോദ്യമായി. പെട്ടെന്ന് നോക്കാം. ഭഗത് സിംഗ് എവിടെ ജനിച്ചു? ഭഗത് സിംഗ് കഹാ പൈദാ ഹുയെ. ഭഗത് സിംഗ് കബ് പൈദാ ഹുയെ. ഭഗത് സിംഗ് എന്നാണ് ജനിച്ചത്, എപ്പോഴാണ് ജനിച്ചത് എന്നതിന് കബ് എന്നാണ് പറയാം. ഉൻകെ വാലിദ് കോൻ തേ, അദ്ദേഹത്തിൻ്റെ വാലിദ് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ വാലിദ് ആരായിരുന്നു? ഭഗത് സിംഗ് കെ ഇൻകലാബി ദോസ്ത് കോൻ കോൻ ഹൈ, ആരെല്ലാമാണ്? ഭഗത് സിംഗ് കെ ഇൻകലാബി ദോസ്ത് കോൻ കോൻ ഹൈ, ആരെല്ലാമാണ് ഭഗത് സിംഗിൻ്റെ വിപ്ലവകാരികളായ കൂട്ടുകാരികൾ? ഭഗത് സിംഗ് കിസ് നാം സെ ഹമേശ ജിന്ദാ രഹേഗ. ഭഗത് സിംഗ് കിസ് നാം സെ ഹമേശ ജിന്ദാ രഹേഗ. ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം.